എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാളികളോട് ചോദിക്കട്ടെ, കേരളത്തിൽ പൊതുജനങ്ങളോട് ഏറ്റവും മോശമായിട്ട് ഇടപെടുന്ന സ്റ്റാഫുകളുള്ള ബാങ്കുകൾ ഏതൊക്കെയാണ്? ഉറപ്പായിട്ടും സകല മലയാളിയും പറയും, ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, രണ്ട് കാനറ ബാങ്ക്. ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ആരോടും വിടാതിരിക്കാണ്. ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദക്കാർ പറഞ്ഞു. കണ്ണൂർ ചന്ദനാംപാറ എന്ന സ്ഥലത്തുള്ള കാനറ ബാങ്കിൻ്റെ മാനേജറുടെ പെരുമാറ്റമാണ് നിങ്ങളീ കാണുന്നത്. എത്ര ധാർഷ്ട്യത്തോടെയാണ് ആ ബാങ്ക് മാനേജർ കർഷകനായ ആ മനുഷ്യനോട് ഇടപെടുന്നത്. അയാൾ എന്നതൊക്കെ അതിനകത്ത് വിളിച്ചു പറയുന്നത്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ കാനറ ബാങ്കിൻ്റെ പേഴ്സണൽ ഫീഡ്ബാക്ക് ചോദിച്ചാൽ വളരെ മോശം മറുപടികളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ ഒരു കസ്റ്റമർ ചെന്നാൽ അവർ യാതൊരുവിധ പരിഗണനയും കൊടുക്കുകയില്ല. എന്തിനാണ് ചെന്നതെന്ന് പോലും അവന്മാർ ചോദിക്കുകയില്ലെന്നുള്ളതാണ്. രണ്ട്, പെരുമാറ്റ രീതി വളരെ മോശം. മൂന്ന്, കാനറ ബാങ്കിലേക്ക് ഒരു മനുഷ്യൻ ഒരു കാര്യം അറിയാൻ വേണ്ടി ഫോൺ വിളിച്ചാൽ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരും ഒരു കാരണവശാലും ഫോൺ എടുക്കുകയില്ല. അത് ഈ വിവാദം ഉണ്ടായ ബാങ്ക് മാത്രമല്ല, കേരളത്തിലുള്ള ഏത് കാനറ ബാങ്കിലോട്ട് വിളിച്ചാലും ഇത് തന്നെയാണ് അവരുടെ പ്രതികരണം. പിന്നെ എന്തിനു ചെന്നാലും യാതൊരു പ്രതികരണവും ഇല്ലാത്ത ഒരു ബാങ്കായി കാനറ ബാങ്ക്. പിന്നെ അടുത്തത്, കാനറ ബാങ്കിൻ്റെ സകല ATMകളും, കേരളത്തിൽ എത്ര ATMകളുണ്ടോ അത് മിക്കപ്പോഴും കംപ്ലൈൻറ്റാണ്. അങ്ങനത്തെ ഒരു ബാങ്കായി കാനറ ബാങ്ക്. ഈ സാധാരണ മനുഷ്യർക്ക് പൊതുവെ കാനറ ബാങ്കിലോട്ട് പോകേണ്ട കാര്യമില്ല. ഈ മുറ പിടിച്ചവന്മാരുടെ ബാങ്കിലേക്ക് സാധാരണ ജനം കഴിയുന്നിടത്തോളം പോവുകയും ചെയ്യരുത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കൃഷിക്കാരന് നെല്ലിൻ്റെ കാശ് കൊടുക്കാൻ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് കാനറ ബാങ്ക് എന്ന് പറയുന്ന ഈ മുതുപിശാചിനെയാണ്. സർക്കാർ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇവരുടെ സ്വഭാവം ഏതാണ്ടൊരു സർക്കാരിൻ്റെ സ്വഭാവമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടേത് പോലെയുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഏറ്റവും അധികം കേരളത്തിൽ കാണിക്കുന്ന ബാങ്കുകളിലൊന്നാണ് കാനറ ബാങ്ക്. ഇനി കർഷകന് സർക്കാർ കൊടുത്ത ഒരു റെസിപ്റ്റ് ഞാൻ കാണിക്കാം. 12 ടണ്ണ്, അതായത് 12,000 കിലോ നെല്ല് സർക്കാരിന് കൊടുത്തപ്പോൾ പകരം കർഷകൻ്റെ ഈ കൊടുത്ത ഒരു റെസിപ്റ്റാണ് ഈ ഓഞ്ഞ പേപ്പർ. ഒന്ന് ശക്തിക്ക് തൂത്താൽ ഈ പേപ്പർ മാഞ്ഞു പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് ഒരു മാസം കഴിഞ്ഞാൽ അവത്തല്ല എന്നത് എഴുതിയേക്കെന്ന് അറിയാൻ പറ്റിയല്ല. ഒരുത്തന്നെ ഒരു കേസും കൊണ്ട് പോലും പോകാൻ പറ്റിയല്ല. ഈ പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ 10 രൂപ കൊടുത്താൽ അവർ തരുന്ന ടിക്കറ്റ് ഇതിൽ എത്ര ക്വാളിറ്റിയുള്ള പേപ്പറിലാണ്, എത്ര ക്വാളിറ്റിയുള്ള പ്രിൻറ്റിംഗ് ആണ്. ഞാൻ ഓർക്കായിരുന്നു, 5 ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് 9% റോഡ് ടാക്സ്. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള കാറുകൾക്ക് 11% റോഡ് ടാക്സ്. 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള കാറുകൾക്ക് 13% റോഡ് ടാക്സ്. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള കാറുകൾക്ക് 16% റോഡ് ടാക്സ്. 20 ലക്ഷത്തിന് മുകളിലുള്ള കാറുകൾക്ക് 21% റോഡ് ടാക്സാണ്. ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഒരു 14% റോഡ് ടാക്സ് ഉണ്ട്. അതായത് 5 ലക്ഷം രൂപയുള്ള കാറ് മേടിച്ചാൽ 45,000 രൂപ റോഡ് ടാക്സ് അടയ്ക്കുമ്പോഴും 50 ലക്ഷം രൂപ വിലയുള്ള കാറ് മേടിച്ചാൽ 10.5 ലക്ഷം രൂപ റോഡ് ടാക്സ് അടയ്ക്കണം. ഇത്രയും തുക അങ്ങോട്ട് അടച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ആർ സി ഇങ്ങോട്ട് ഒരു കളർ ഫോട്ടോസ്റ്റാറ്റ് കട്ടിയുള്ള പേപ്പറിലോട്ട് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് ലാമിനേഷൻ ചെയ്ത് തരണമെങ്കിൽ നമ്മൾ സാധാരണ പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു 20 രൂപയുടെ ചിലവേ ഉള്ളൂ. സർക്കാരിനത് ഇത്രയും ബൾക്കായിട്ട് അടിക്കുമ്പോൾ ഒരു 10 രൂപയ്ക്ക് അടിക്കാം. അങ്ങനെ 10 രൂപയ്ക്ക് അടിക്കാവുന്ന ഒരു കാർഡ് പോലും അടിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നുള്ളതാണ് സർക്കാർ ചെയ്യുന്നത്. അതായത് ജനത്തിന് കൊടുക്കാനുള്ളതിനെല്ലാം ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ സർക്കാരിന് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ആണ്ടേ നെറ്റി കിടപ്പുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് പോയി ലാമിനേഷൻ ചെയ്ത് കൈ കൊണ്ടുവരണോ. സർക്കാരിൻ്റെ ചിലവ് കുറയ്ക്കാനോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ് കുറയ്ക്കാനോ എണ്ണം കുറയ്ക്കാനോ ഒന്നും ഇവന്മാർക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ വേണ്ടതാനും. എങ്ങനെയുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ജനസേവന നയങ്ങൾ? ഞാൻ ഈ കാണിച്ച ബില്ല് 2026 ഫെബ്രുവരിയിൽ കൊടുത്ത നെല്ലിൻ്റെയാണ്. ആ നെല്ല് കുത്തി അരി ആമ്പിള്ളേർ തിന്ന് അത് സെപ്റ്റി ടാങ്കിൽ ചെന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിലും ഈ തുണ്ടുപേപ്പറുമായിട്ട് കർഷകൻ കാനറ ബാങ്കിൻ്റെ ശാഖകൾ കയറി ഇറങ്ങുക. എനിക്ക് ഈ റെസിപ്റ്റ് തന്ന മനുഷ്യൻ
ഇന്നും ബാങ്കിൽ ചെന്നിരിക്കുക അതുമായിട്ട്. അന്നേരം അങ്ങനെ കയറി ചെല്ലുന്ന മനുഷ്യരോട് ആ മാനേജർ കിടന്ന് അലറുന്നത്, ഇറങ്ങിപ്പോടാ, നീ മേലിലിവിടെ വന്ന് കയറിയേക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് മാനേജറുടെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് അമ്മായിമ്മ സ്ത്രീധനം കൊടുത്തതാണ് ഈ ബാങ്ക്. ഞാൻ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സകലവിധ സംവിധാനങ്ങൾക്കാക്കും ഇതുപോലെ ഗുണ്ടകൾ വന്ന് കയറുന്നത്? എന്നാ വർത്തമാനങ്ങളൊക്കെ അയാൾ പറയുന്നത്. കൃഷിക്കാരനെ സംബന്ധിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പോയി നോക്കിയിരുന്നതായിരിക്കും. ഒരു പട്ടി മൈൻഡ് ചെയ്ത് കാണുകയില്ല. അവസാനം അയാൾ പറഞ്ഞു അയാളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് തന്നേക്കാൻ. അവൻ്റെ അക്കൗണ്ട് അങ്ങ് കൊടുത്തേക്ക്, മേലിൽ ഇനി ഇവിടെ വന്നേക്കരുത്. ഇവൻ്റെ അമ്മയുടെ അല്ലേ ബാങ്ക്, മാനേജറുടെ അമ്മയുടെ അല്ലേ ബാങ്ക്. എന്നാ നാറി ഇടപാടാണ് ഇവിടെ. കൃഷിമന്ത്രി സിദ്ദിഖ് പറയുന്നത് ആ 12 ടണ്ണിൻ്റെ നെല്ലിൻ്റെ വില കൊടുക്കാൻ ഇനിയും ഒരു 6 മാസം കഴിയുന്ന. കാരണം എന്നാ പറയുന്നറിയോ? കഴിഞ്ഞ ഗവൺമെൻറ് ഇതിനു മുമ്പ് കൊടുത്ത കണക്കുകൾ ഒന്നും ഓഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാൻ ആ ധനവകുപ്പ് മന്ത്രിയോടും, അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ, കൃഷി മന്ത്രിയോടും ചോദിക്കട്ടെ, കർഷകനും ഇല്ലേ അന്തസ്? പൊതുജനത്തിന് ഇതുപോലെ തെറി വിളിക്കുന്ന ബാങ്ക് ജീവനക്കാരെ നിലയ്ക്ക് നിർത്താൻ ഗവൺമെൻറ്റിന് ശേഷിയില്ലേ? ഇനി പൊതുജനത്തോട് പറയട്ടെ, നിങ്ങളെ ബഹുമാനിക്കാത്ത ഇതുപോലെ മുറയുള്ള ഒരു ബാങ്കിലും ഒരിടപാടിനും പോകരുത്. അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലോസ് ചെയ്യണം. ഞാൻ കണ്ണൂർ ചന്ദനംപാറ നിവാസികളോട് പറയട്ടെ, നിങ്ങൾ കൂട്ടത്തോടെ ആ ബാങ്കിലേക്ക് ചെന്നിട്ട് സകല അക്കൗണ്ടുകളും അങ്ങോട്ട് ക്ലോസ് ചെയ്യണം. ആ മാനേജറുടെ കഴപ്പ് അങ്ങോട്ട് തീരട്ടെ, അവൻ വീട്ടിൽ പോയിരുന്ന് പണിയെടുക്കട്ടെ. കൃഷിക്കാർക്ക് വായ്പകളും സബ്സിഡികളും കൃത്യസമയത്ത് കൊടുക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. കൃഷിക്കാരനാണ് അന്നം, ആഹാരം ഉണ്ടാക്കുന്നത്. കൃഷിക്കാരനോടും കസ്റ്റമറിനോടും മോശമായി പെരുമാറുന്ന ബാങ്കുകളെ നിലയ്ക്ക് നിർത്താനും ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ബാങ്കുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളല്ല. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ബാങ്കുകളെ വരച്ച വരെ നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ KSEB സ്റ്റാഫിനെയും സാറേ എന്നൊന്നും വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പം KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയിലെ ജോലിക്കാരെ സാറേ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കിറ്റക്സിലെ ജോലിക്കാർ പലതരത്തിലുണ്ട്. കിറ്റക്സ് കമ്പനിയിൽ അവിടുത്തെ ജോലിക്കാരെ നമുക്ക് സാറേ എന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് KSEBയിലെ ജീവനക്കാരെയും. കേരള ഗവൺമെൻറ്റിനോട് പറയട്ടെ, ബാങ്കുകളുമായി കർഷകൻ ബന്ധപ്പെടേണ്ട ആവശ്യങ്ങൾക്ക് കാനറ ബാങ്കിനെ ഒന്നും ഇനി ബന്ധപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കരുത്. ഈ നെല്ലിൻ്റെ പണം മേടിക്കാനായി ഈ കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ കൂടെ കർഷകൻ കയറി അലഞ്ഞു തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ ഒഴിവാക്കിയിട്ട് ഈ നാട്ടിൽ കുറേ ന്യൂ ജനറേഷൻ ബാങ്കുകളുണ്ടല്ലോ. ആ ഫെഡറൽ ബാങ്കോ അല്ലെ സൗത്ത് ഇന്ത്യൻ ബാങ്കോ അതുപോലെ ഏതെങ്കിലും ഒരു ബാങ്കിലോട്ട് കൊടുത്താൽ ഇവന്മാരുടെ വലിയ മുറ അങ്ങ് തീരുകയും ചെയ്യും, കർഷകൻ്റെ കാര്യം നടക്കുകയും ചെയ്യാം. അതിനുള്ള നടപടികൾ എടുക്കുകയും ഇതുപോലെ മുറ പിടിച്ച ബാങ്ക് മാനേജർമാരെയും സ്റ്റാഫുകളെയും നിയന്ത്രിച്ച് നിർത്തേണ്ടതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.